സംസ്ഥാനത്ത് തുലാവർഷം പിൻവാങ്ങി. അടുത്ത 5 ദിവസത്തേക്ക് മഴ മുന്നറിയിപ്പുകളില്ല. കാർമേഘങ്ങൾ പൂർണ്ണമായും ഒഴിഞ്ഞതോടെ വരും ദിവസങ്ങളിൽ കേരളത്തിൽ തണുപ്പ് കൂടുമെന്നും കാലാവസ്ഥാ പ്രവചനം സൂചിപ്പിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് തുലാവർഷം ഔദ്യോഗികമായി അവസാനിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയായിരുന്നു തുലാവർഷത്തെ അവസാന മഴയായി പറയുന്നത്. അന്തരീക്ഷത്തിന്റെ താഴ്ന്ന നിലകളിൽ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള വരണ്ട കാറ്റ് വന്നതോടുകൂടിയാണ് ഒക്ടോബറിൽ ആരംഭിച്ച മഴക്കാലത്തിന് ഇതോടെ അന്ത്യമായത്. 2025 ഒക്ടോബർ 16 ആരംഭിച്ച ഇത്തവണത്തെ തുലാവർഷം 96 ദിവസങ്ങളാണ് നീണ്ടുനിന്നത്. അതായത് മുൻവർഷങ്ങളിൽ 105 ദിവസങ്ങളിലായിരുന്നു മഴയുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ തുലാവർഷ ദിനങ്ങൾ കുറവായിരുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. മഴയുടെ അളവിൽ മുൻവർഷത്തേക്കാൾ 21% കുറവാണ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ തുലാവർഷത്തിൽ കുറവ് രേഖപ്പെടുത്തിയെങ്കിലും 2025 കേരളത്തിൽ ലഭിച്ച ആകെ മഴയുടെ അളവ് സാധാരണ നിലയിലായിരുന്നുവെന്നാണ് പറയുന്നത്. മാർച്ച് മാസം തുടങ്ങിയ വേനൽ മഴയും നേരത്തെ എത്തിയ കാലാവർഷവും കൃത്യസമയത്ത് എത്തിയ തുലാവർഷവും ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റിന്റെ പ്രഭാവവുമെല്ലാം മഴ ലഭിക്കുന്നതിന് കാരണമായി പറയുന്നുണ്ട്. 2025 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ കേരളത്തിൽ രേഖപ്പെടുത്തിയ മഴയുടെ കണക്കുകൾ പ്രകാരം ആകെ ലഭിച്ചിരിക്കുന്നത് 2924.8 മില്ലിമീറ്റർ ആണ്. ഇത് ദീർഘകാല ശരാശരിയായ 2890.6 മില്ലിമീറ്ററുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏകദേശം 1% മാത്രമാണ് വ്യത്യാസം കാണിക്കുന്നത്. ലഭിച്ച മഴ കൂടുകയോ കുറയുകയോ ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. കൂടാതെ നവംബർ ഡിസംബർ കാലയളവിൽ മഴ പൊതുവെ കുറഞ്ഞ നിലയിലായിരുന്നുവെങ്കിലും ചില ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയും രേഖപ്പെടുത്തി. കാലവർഷം തുടങ്ങിയതിനു ശേഷം 20 മുതൽ 30 ദിവസം മാത്രമാണ് മഴ ലഭിക്കാതിരുന്നതെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. എന്നാൽ ഡിസംബറിൽ തുടർച്ചയായി 3 ആഴ്ച വരണ്ട കാലാവസ്ഥയാണ് കേരളത്തിൽ കണ്ടത്. ഈ ദിവസങ്ങളിൽ മഴയില്ലെങ്കിലും തണുപ്പ് കൂടാൻ അത് കാരണമായി. പ്രത്യേകിച്ച് ഇടുക്കി, വയനാട് ജില്ലകളിൽ താപനില 10 ഡിഗ്രി സെൽഷ്യസിന് താഴെയായി. കേരളം ശരിക്കും പറഞ്ഞാൽ തണുത്തുവരച്ച ദിവസങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല, മഴ മാറിയതോടെ ഇനി വരുന്നത് തണുപ്പിന്റെ കാറ്റെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതെ, കാർമേഘങ്ങൾ പൂർണ്ണമായും ഒഴിഞ്ഞതോടെ വരും ദിവസങ്ങളിൽ കേരളത്തിൽ വീണ്ടും തണുപ്പ് കൂടുമെന്നാണ് പറയുന്നത്. രാത്രിയും പുലർച്ചെയുമായുള്ള തണുപ്പ് തിരിച്ചെത്തുമെന്ന് തന്നെയാണ് കാണുന്നത്. പല ജില്ലകളിലും മൂടിക്കെട്ടിയ അവസ്ഥയാണ് ഇപ്പോഴുമുള്ളത്. പകൽ പോലും മഞ്ഞ് വീഴുന്ന സാഹചര്യം നിലനിൽക്കുമെന്നും നിലവിൽ അന്തരീക്ഷത്തിൽ നിന്ന് കാർമേഘങ്ങൾ പൂർണ്ണമായി മാറിയതുകൊണ്ട് കൂടുതൽ തണുപ്പും അതികഠിനമായ ശൈത്യവും ഉണ്ടാകാൻ സാധ്യതയെന്നാണ് പറയുന്നത്. ഫെബ്രുവരി വരെയെങ്കിലും ഈ പ്രതിഭാസം തുടരുമെന്നാണ് പറയുന്നത്. അതേസമയം പകൽ സമയത്ത് ചിലയിടങ്ങളിൽ ചൂടുകൂടാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.